എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് നിയമങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. പ്രധാനമായിട്ടും ഈ സെൽഫ് സെൻസർഷിപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എങ്ങനെ സ്വയം നിയന്ത്രിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ ഫ്രീഡമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന വാചകത്തിൽ തന്നെ ഫ്രീഡം ഓഫ് ദി പ്രസ് എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. അതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയൊരു സാധ്യത എന്ന് പറയുന്നത്. നമ്മളുടെ നിയമസംഹിത അല്ലെങ്കിൽ നമ്മളുടെ ഭരണഘടന നിലവിൽ വരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഗഗനമായിട്ടുള്ള പഠനം നടത്തിയിരുന്നു എന്നുള്ളതും എല്ലാ ആസ്പെക്റ്റിലൂടെയും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു എന്നുള്ളതും വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറിനെ ഇത്രമേൽ ഈ രാഷ്ട്രം സ്മരിക്കുന്നതിൻ്റെ പ്രധാന കാരണം. സ്മരിക്കുക എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത്, ഒരു രാജ്യത്തിന് വേണ്ട എല്ലാ നിയമങ്ങളും അത് ഇനിയൊരു കാലഘട്ടത്തിൽ വരാനിരിക്കുന്നത് ഉൾപ്പെടെ അത് ഏതൊക്കെ രീതിയിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വരെ മനസ്സിലാക്കി ഒരു 200 വർഷത്തേക്കുള്ള നിയമം തയ്യാറാക്കി വെച്ചു. ചില അവകാശങ്ങൾ, ചില കർത്തവ്യങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലയും കാറ്റഗറൈസ് ചെയ്ത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു ഭരണഘടന എഴുതി തയ്യാറാക്കി എന്നുള്ളതാണ്. അതിലൊരുപാട് മൗലിക അവകാശങ്ങൾ ഒരു ഇന്ത്യൻ പൗരന് ഈ രാജ്യത്തിൽ ലഭിക്കേണ്ട ചില കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കാൻ കഴിയും. ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, IPC എന്ന് പറയും. ഈ പുസ്തകത്തിനും ഇതുപോലെ തന്നെയാണ്. എല്ലാ വശങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട്, നിങ്ങൾ ആക്ഷൻ ഹീറോ ബിജു എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും, നിവിൻ പോളി നായകനായിട്ടുള്ള. അതിൽ ഒരു കുട്ടിയെ പട്ടിയെ വിട്ട് കടിപ്പിച്ചതിന് ശേഷം അയാൾക്കെതിരെ, സാറേ പട്ടിയെ വിട്ട് കടിപ്പിച്ചതിനൊക്കെ ഏത് സെക്ഷൻ പ്രകാരം നമ്മൾ കേസ് എടുക്കുക എന്ന് ചോദിക്കുന്ന പോലീസുകാരനോട് നിവിൻ പോളിയുടെ കഥാപാത്രം പറയുന്നൊരു മറുപടിയാണ്, താൻ IPC എന്ന് പറയുന്ന പുസ്തകം കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ, അതിൽ ഇന്ന വകുപ്പ് വായിച്ചിട്ടുണ്ടോ? അതിൽ ഓരോന്നും പറഞ്ഞിരിക്കുകയാണ്. കത്തിയോ മൂർച്ചയുള്ള ആയുധങ്ങളോ കൊണ്ട് ഉണ്ടാക്കുന്ന മുറിവ്, ശരീരത്തിന് ഹാനികരമാവുന്ന, ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വസ്തുക്കൾ കഴിക്കാനോ ശ്വസിക്കാനോ കൊടുത്താൽ, മീൻസ് ബൈ അതർ മീൻസ് എന്നൊരു വാക്ക് അവിടെ എല്ലാത്തിലും ഉപയോഗിക്കുകയാണ്. മറ്റു മാർഗങ്ങൾ, ആ മറ്റു മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് വരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് എഴുതി വച്ചിരിക്കുകയാണ് ഓരോ. അതുപോലെ തന്നെയാണ് നമ്മളുടെ അവകാശങ്ങൾ, റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മൗലിക അവകാശങ്ങളിൽ പെട്ടതാണ് ജീവിക്കാനുള്ള അവകാശം, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം, സഞ്ചരിക്കാനുള്ള അവകാശം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. ഒരൊറ്റ എക്സെപ്ഷനേ ഉള്ളൂ, ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീരിൽ സ്വതന്ത്രമായിട്ടുള്ള യാത്രയ്ക്ക് അനുമതി നൽകണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. എന്താ കാരണം? നമുക്കറിയാം, ഒരു ഡേഞ്ചർ സോണാണ്. അവിടെ അവരുടേതായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ എന്ത് തന്നെയായാലും ഉണ്ടായിരിക്കും. കാരണം രണ്ടുപേരും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു ഭൂപ്രദേശം, ഇന്ത്യൻ ഗവൺമെൻറ്റും പാകിസ്ഥാൻ ഗവൺമെൻറ്റും ഒരുപോലെ അവകാശപ്പെടുന്ന കാശ്മീർ. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന ചില ആക്രമണങ്ങൾ, കലാപ സാധ്യതകൾ, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാത്തിലും ഭരണഘടനയിൽ പ്രത്യേകമായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിന് ഒരു പ്രത്യേക പദവി ഉണ്ടായിരുന്നു. NDA ഗവൺമെൻറ്, ഇപ്പോഴത്തെ BJP ഗവൺമെൻറ് ആ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞു. ജമ്മു കാശ്മീരിന് മാത്രമായിട്ട് ഇവിടെ അങ്ങനെ ഒരു പ്രത്യേക അധികാരം വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവാൻ സാധ്യതയുണ്ട്. ആ ഒരു പ്രദേശം ഇന്ത്യയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചാൽ, വല്ലഭായ് പട്ടേലിൻ്റെ കാലമൊന്നുമല്ല, അവരൊക്കെ ഒരു ഉരുക്കുമനുഷ്യൻ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹത്തായ ഒരു രാജ്യം ഉണ്ടാക്കിയെടുത്തതിൻ്റെ പിന്നിൽ ഒരുപാട് നാളത്തെ പ്രയത്നമുണ്ട്. നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ചതല്ലേ, സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് പഠിച്ചതാണ്. വിട്ടു നിൽക്കാൻ തീരുമാനിച്ച ഹൈദരാബാദ്, ജമ്മു കാശ്മീർ, ഇവരെയൊക്കെ ശക്തമായിട്ടുള്ള ഇടപെടലിലൂടെ പിടിച്ചു വലിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കിയിട്ടിരിക്കുകയാണ്.
അവർ ഇന്ത്യയിൽ നിന്ന് വിട്ടുനിന്നൊരു കലാപത്തിന് ശ്രമിച്ചാൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ മറ്റു ശക്തികളുണ്ടോ? പിന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബാഹ്യശക്തികളുടെ പ്രേരണയാൽ ഒന്നും ഇവിടെ നടക്കാൻ പാടില്ല എന്ന് അവകാശപ്പെടുന്ന രാജ്യമാണല്ലോ ഇന്ത്യ. അതിനുള്ള ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കർഷക സമരം. കർഷക സമരത്തെ വളരെ ലൈറ്റായിട്ട് കാണുന്നു എന്ന് മാത്രമല്ല, പരിഹസിക്കുക കൂടി ചെയ്യുകയാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. കഴിഞ്ഞ ദിവസം പരിഹസിക്കുകയാണ് ചെയ്തത്. ആരുടെയോ പിടിയാളുകളായിട്ട് കർഷകർ ഒന്നും അറിയാതെ നിയമത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകർക്ക് ഒന്നും അറിയില്ല. നിയമം ഉണ്ടാക്കിയവർ അതെല്ലാ പോസിബിലിറ്റീസും പഠിച്ച് ചിന്തിച്ച് ചെയ്തതാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും 2005 ഇന്ത്യ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അമെൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭേദഗതി. നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിൽ ഏതെങ്കിലും മാറ്റം വരുത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിനെയാണ് അമെൻമെൻറ്റ് എന്ന് പറയും. എന്തിനാ ഈ അമെൻമെൻറ്റ് നടപ്പാക്കുന്നത്? അമെൻമെൻറ്റിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് പലപ്പോഴും ചില നിയമങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ അപര്യാപ്തമെന്ന് തോന്നും. അതിനുള്ളൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരാളൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ, ഭാര്യയാക്കി കഴിഞ്ഞാൽ, ആ ഭാര്യയ്ക്ക് അയാളുമായിട്ട് മാത്രമായിരിക്കണം റിലേഷൻ. ഒരു ബോണ്ടേജ് ക്രിയേറ്റ് ചെയ്യാണ്. അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അതേസമയം സുപ്രീം കോടതി കഴിഞ്ഞ വർഷം വളരെ വിവാദപരമായിട്ടുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ ഒരു നിയമത്തിന് തുല്യമായിട്ടുള്ളൊരു പ്രസ്താവന ഇറക്കി. വിവാഹിതയായ സ്ത്രീക്ക് പരപുരുഷനുമായിട്ടോ വിവാഹിതനായ പുരുഷന് പരസ്ത്രീയുമായിട്ടുള്ള ബന്ധത്തെ നിയമവിധേയമാക്കും. ആർക്കും ആരുടെ കൂടെ വേണമെങ്കിൽ പോവാം, നോ ഇഷ്യൂസ്. സാധാരണഗതിയിൽ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയാൽ, ഭർത്താവ് മറ്റൊരാളുടെ കൂടെ പോയാൽ ഭാര്യയ്ക്ക് പോലീസിൽ നിന്നും സംരക്ഷണം കിട്ടണം, അയാളെ വിട്ടുകിട്ടാനുള്ള നടപടികൾ എടുക്കണം. പക്ഷെ സുപ്രീം കോടതി പറയുന്നു അതൊരു തെറ്റല്ല. സ്വേച്ഛയാ പോവുകയാണെങ്കിൽ പോണവർ പൊക്കോട്ടെ, അവർ തടയാൻ നിൽക്കണ്ട. അപ്പം ഇങ്ങനെ ഓരോ കാലഘട്ടത്തിനും കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള അമെൻമെൻറ്റ്സ് കൊണ്ടുവരും. ആദ്യം ബൈക്കിൽ യാത്ര ചെയ്യുന്ന, ബൈക്ക് ഓടിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് വേണമെന്ന് വെക്കും. ഇപ്പോൾ നിയമം വീണ്ടും ഒരു അമെൻമെൻറ്റ് പോലെ കൊണ്ടുവന്നു. പിൻസീറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കും നിർബന്ധമായിട്ടും ഹെൽമെറ്റ് വേണം. ഇങ്ങനൊരു രോഗം വന്നു, കോവിഡ് വന്നു, എല്ലാവരും മാസ്ക് വയ്ക്കണം. നിയമമാക്കുകയാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്. അങ്ങനെ 2005 ലോക്സഭ പാസ്സാക്കിയ ഒരു നിയമമാണ്, ലോക്സഭയും രാജ്യസഭയും പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. റൈറ്റ് ടു ലിവ് ഉണ്ട്, റൈറ്റ് ടു ട്രാവൽ ഉണ്ട്, ഒക്കെ ശരിയാണ്. റൈറ്റ് ടു ഹോൾഡ് പ്രോപ്പർട്ടി ഉണ്ട്. പുതിയൊരു അവകാശം കൂടി നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുകയാണ് ഈ രാജ്യം. റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരം അറിയാനുള്ള, വിവരങ്ങൾ ലഭ്യമാവാനുള്ള അവകാശം, അനുവാദം. റൈറ്റ് ടു ഇൻഫോർമേഷൻ 2005 മറക്കാതിരിക്കുക. ഞാൻ ഇത്രയും സമയമെടുത്തത് പറയുന്നതിൻ്റെ കാരണം, ഇതൊരു കാരണവശാലും നിങ്ങൾ വിട്ടുപോകരുത്. ഈ ചോദ്യമില്ലാത്ത ചോദ്യപേപ്പർ ഉണ്ടായിട്ടില്ല. RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ, RTI എന്നും വിളിക്കാറുണ്ട് ഈ നിയമത്തിൽ. നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള പേരാണ്. കാരണം ഏതൊരു വിവാദപരമായിട്ടുള്ള കണ്ടെത്തൽ നടന്നാലും, ഇപ്പോൾ ഒരു അഴിമതി കണ്ടെത്തിയ ഉടനെ പറയും വിവരാവകാശ നിയമപ്രകാരം കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഈ കാര്യത്തിനെയാണ്, ഈ വിവരാവകാശ നിയമത്തിനെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് വിളിക്കുന്നത്. ഈ ആക്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാവേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, വളരെ ടൈം എടുത്തിട്ടാണ് ഇതിങ്ങനെ പറഞ്ഞു വരുന്നത്. അതിനൊരു ഇൻട്രോ കൊണ്ടുവന്നതിൻ്റെ കാരണം തന്നെ അതാണ്. നിങ്ങളിതിൻ്റെ വാല്യൂ എന്താണെന്ന്, നിങ്ങളിതിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമം. നിങ്ങൾ തൃശ്ശൂരിൽ പാലിയേക്കര എന്നൊരു സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും.
പാലിയേക്കര ഫേമസ് ആവാൻ തുടങ്ങിയിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 10 വർഷം ആവുന്നു. എന്താണ് പാലിയേക്കര ഫേമസ് ആവാനായിട്ട് കാരണം? എറണാകുളം ടു കന്യാകുമാരി, എറണാകുളം ടു സേലം അല്ലെങ്കിൽ കോയമ്പത്തൂർ നാഷണൽ ഹൈവേയിലെ തൃശ്ശൂരിലെ ടോള് നിലനിൽക്കുന്നത് പാലിയേക്കരയിലാണ്. എന്നും പ്രശ്നമാണ്. നമ്മളിപ്പോൾ കുതിരാനിൽ കാണുന്നതിനേക്കാൾ വലിയ ബ്ലോക്ക് കാണുന്ന ഒരു സ്ഥലം കൂടിയാണ് പാലിയേക്കര ടോൾ പ്ലാസ. എന്താ കാരണം? ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പുതിയ നയം ഇന്ത്യയിലെ എല്ലാ ടോളുകളിലും ഫാസ്റ്റ് ടാഗ് നിർബന്ധമാക്കും. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാഷ്ലെസ് ഇക്കോണമി ആണല്ലോ മോദി സർക്കാർ കാണുന്ന ഏറ്റവും വലിയ സ്വപ്നം. ലോകത്തിലെ വികസിത രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടനോ അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ അതുമല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചൈനയ്ക്ക് പോലും അവകാശപ്പെടാൻ കഴിയാത്ത ക്യാഷ്ലെസ് ഇക്കോണമിയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ആരാണ് പൈസ പേപ്പർ കറൻസി അല്ലാതെ ഉപയോഗിക്കുന്നവർ? ഒരു നിശ്ചിത വളരെ ചുരുങ്ങിയ ഒരു ശതമാനം മാത്രം. ഇത്രയും വലിയൊരു ശതമാനം ഇവിടെ നിൽക്കുമ്പോൾ അതിൽ ഇത്രയും ഒരു ഭാഗം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തുന്നത്. അതും വളരെ ലിമിറ്റഡ് ആണ്. ഈ പറയുന്ന ഈ ചെറിയൊരു ശതമാനം പോലും പൂർണ്ണമായിട്ടും ക്യാഷ്ലെസ് അല്ല. സോ അതിനിവിടെ ഒരു പോസിബിലിറ്റി ഇല്ല ശരിക്കും. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനോ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനോ ഇവിടുത്തെ ഗവൺമെൻറ്റിന് സമയമില്ല. തങ്ങൾ ചെയ്യുന്നത് ശരിയാണ്. ആ ശരിയാണെന്ന് അവർ വിശ്വസിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു 2016 നവംബർ 8 കണ്ടു ഡിമോണൈസേഷൻ. ഇന്ത്യയിൽ നിലനിൽക്കുന്ന അംഗീകൃത കറൻസി ഒരൊറ്റ രാത്രി കൊണ്ട് പിൻവലിക്കുക എത്ര വലിയ മണ്ടത്തരമാണെന്നറിയും. ഇക്കോണമിക്ക് ഉണ്ടായിരുന്ന ഒരു ഗ്രോത്ത് റേറ്റ് ഓൾമോസ്റ്റ് ഒരു 3% താഴോട്ട് പോകും. റിസർവ് ബാങ്ക് ഇപ്പോഴും പറയുന്നു ഇന്ത്യ പോകുന്നത് കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ്. എന്നാലും ഇവിടുത്തെ ചില നേതാക്കളും പ്രമുഖരായിട്ടുള്ള ചില പാർട്ടികളും പറയും ഇന്ത്യ വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ എല്ലാം വിറ്റ് തുലച്ചിട്ടാണ് ഇന്ത്യ വികസിക്കുന്നത്. ഇന്ത്യയുടെ എല്ലാ പബ്ലിക് സെക്ടറുകളും വിറ്റ് തുലച്ചിട്ടാണ് ഇന്ത്യ വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോയാൽ നമുക്ക് ആ വഴിക്ക് തന്നെ പോകേണ്ടി വരും. നിങ്ങളിൽ എത്ര പേർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധമുണ്ട്? ഈ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ശരിക്കും നിങ്ങളത് മനസ്സിലാക്കേണ്ടവരാണ്. കാരണം നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക് ജേർണലിസമാണ്, മാധ്യമ പ്രവർത്തനമാണ്. ഈ മാധ്യമ പ്രവർത്തകൻ ആവാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി മിനിമം തൻ്റെ ചുറ്റും നടക്കുന്നത് എന്താണെന്നുള്ളൊരു അവബോധം അവനുണ്ടായിരിക്കണം. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. Right to information is central to a democratic government. All that are legislated and executed by an elected government should be transparent. A citizen should not only have the freedom to speech and expression, but also the right to information on all the activities of the government except those dealing with the security of the country. ഒരു രാജ്യത്ത് ജീവിക്കാനും ഒരു രാജ്യത്ത് സ്വതന്ത്രമായിട്ട് നടക്കാനുമുള്ള അവകാശം മാത്രം കിട്ടിയാൽ പോരാ. ഒരു രാജ്യത്ത് ഇൻഫോർമേഷൻസ് നേടിയെടുക്കാനുള്ള അവകാശവും അതാത് രാജ്യത്തെ പൗരന്മാരുടെ അവകാശമാണ്. ഈ അവകാശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കുന്നതും ഇതുവഴി ഗവൺമെൻറ്റിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും എക്സെപ്ഷൻ, ഒരൊറ്റ എക്സെപ്ഷൻ ഉണ്ട്. എന്താ എക്സെപ്ഷൻ? ഡീലിംഗ് വിത്ത് ദ സെക്യൂരിറ്റി ഓഫ് ദി നേഷൻ. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴികെ ബാക്കി എന്തിനെ കുറിച്ചും അറിയാൻ പറ്റും. പലപ്പോഴും ടോൾ പ്ലാസയിൽ സമരം നടത്തുന്ന പല പാർട്ടികളും ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉപയോഗിച്ച് ഗവൺമെൻറ്റിൽ നിന്നും കണക്ക് സ്വീകരിക്കും. എന്തിൻ്റെ കണക്കാ? ടോൾ നിർമ്മാണ കമ്പനിക്ക് അല്ലെങ്കിൽ ടോൾ ബേസ്ഡ് ആയിട്ടുള്ള റോഡ് നിർമ്മാണ കമ്പനിക്ക്
കോയമ്പത്തൂർ മുതൽ എറണാകുളം വരെയുള്ള റോഡ് വികസിപ്പിക്കാൻ എത്ര രൂപ ചെലവ്? വർഷാവർഷമുള്ള മെയിൻ്റനൻസിന് എത്ര രൂപ അവർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു? ഇതുവരെ ടോൾ പിരിവിലൂടെ എത്ര രൂപ അവർ നേടിയെടുത്തു? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ അത് തരാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. കാരണം അത് നമ്മളുടെ അവകാശമാണ്. ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ അതെന്നെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. അപ്പം ഗവൺമെൻറ് ആ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുകയും നിർവഹിക്കുകയും വേണം. അങ്ങനെ അവർ ഏറ്റെടുത്ത് ഈ അവകാശത്തെ, ഈ ഒരു നമ്മളുടെ അവകാശത്തെ അവർ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഈ രാജ്യം ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അന്വേഷിച്ച് കണ്ടെത്തുന്നത് ടോൾ കമ്പനിക്ക് 15 വർഷത്തേക്ക് ടോൾ പിരിക്കാൻ അനുവദിച്ച ആ ഒരു കരാറ് ഇപ്പോൾ തന്നെ അവർക്ക് ലാഭത്തിലായി കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് RTI ആക്ടിൻ്റെ പ്രത്യേകത. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും, എന്തും, ഒരൊറ്റ എക്സെപ്ഷൻ ഒഴിച്ചു നിർത്തിയത്. Information on the government documents, the press releases, circulars, reports, samples, models, log books, file jottings, etc., either in print or electronic format, should be available to citizens. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ, അതുപോലെ തന്നെ എടുക്കാൻ പോകുന്ന പുതിയ നടപടികൾ, പുതിയ നിയമനിർമ്മാണങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും ഗവൺമെൻറ്റിന് അത് കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ലെങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കാനും നിയമസഹായം തേടാനുമുള്ള അവകാശം ഈ രാജ്യത്ത് ഓരോ പൗരനുമുണ്ട്. ഒന്നുകിൽ പ്രിൻ്റഡ് ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് ആയിട്ട് അവർക്കത് കൊടുക്കാനായിട്ട് ഈ രാജ്യത്ത് ഗവൺമെൻറ് തയ്യാറാവും. The Indian Parliament passed the Right to Information Act, RTI Act, on 11th May 2005. The act came into force on October 12, 2005 in all states except Jammu and Kashmir. The rights in RTI Act can be roughly grouped into 5. ഇവിടെയും പ്രശ്നമുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിനെ RTI ആക്ടിൽ നിന്നും പുറത്താക്കി. വൈ? രാജ്യസുരക്ഷയെ ബേസ് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീറാണ്. അതാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എന്ന് പറയുന്നത്. ഇത് 2005 വന്ന നിയമമായതുകൊണ്ടാണ് അന്ന് ജമ്മു കാശ്മീരിനെ ഒഴിവാക്കിയത്, ആ പ്രത്യേക പദവി ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ ആ പദവി ഇല്ലാത്തത് കൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരും ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഘടകമാണ്. ഇനി 5 ഗ്രൂപ്പായിട്ടാണ് നമുക്കിതിനെ തിരിക്കാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് RTI ആക്ടിൽ വരുന്ന 5 വിഭാഗങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. റൈറ്റ് ടു പോസ് ക്വസ്റ്റ്യൻസ് ആൻഡ് സീക്ക് ഇൻഫർമേഷൻ ഫ്രം ഗവൺമെൻറ്. ഗവൺമെൻറ്റിനോട് ചോദ്യങ്ങൾ ചോദിക്കാനും ആവശ്യമായിട്ടുള്ള രേഖകളും ഉത്തരങ്ങളും നേടിയെടുക്കാനുള്ള അവകാശം, അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, റൈറ്റ് ടു ഗെറ്റ് കോപ്പീസ് ഓഫ് ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ്. ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ, ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടത്തിപ്പിൻ്റെ, ഉദാഹരണത്തിന് റോഡ് പണി, ഒരു പഞ്ചായത്തിലെ ഒരു വാർഡ് മുഴുവൻ ടാർ ചെയ്യാനായിട്ട് എത്ര കോടി രൂപ അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപ അനുവദിച്ചു, അതിലെത്ര രൂപ കരാറുകാരന് കൈമാറി, എത്ര രൂപയാണ് നടത്തിപ്പുകാരന് കൊടുക്കേണ്ടി വന്നത്, മറ്റു പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന തുക എത്ര, ഇങ്ങനെ തുടങ്ങി കൃത്യം കണക്ക് പ്രിൻ്റഡ് ഫോർമാറ്റിലോ ഡിജിറ്റൽ ഫോർമാറ്റിലോ ഈ ഇന്ത്യയിലെ ഏതൊരു സിറ്റിസൺ ആവശ്യപ്പെട്ടാലും കൊടുക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. അത് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി ഇതിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് RTI ആക്ട് വഴി ഓരോന്നും നേടിയെടുക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. അടുത്ത ഇതിലെ സാധ്യത നോക്കാം. റൈറ്റ് ടു ഇൻസ്പെക്ട് എനി ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്. ഇപ്പം ചില കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ സർവേ റിപ്പോർട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരാൻ മാത്രമേ പറ്റുള്ളായിരിക്കും, നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി തരാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അങ്ങനെ കാണിച്ചു തരാൻ മാത്രം കഴിയുന്ന രേഖകളുണ്ടെങ്കിൽ
അത് പോയി ഇൻസ്പെക്ട് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അവർ പറയണം അതിൻ്റെ കോപ്പി തരാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇവിടെ വന്ന് പരിശോധിക്കാം. ശരി, പരിശോധിക്കാനുള്ള അനുവാദം തരൂ. അതാണ് റൈറ്റ് ടു ഇൻസ്പെക്ട് എനി ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ്. ഫോർത്ത് വൺ, റൈറ്റ് ടു ഇൻസ്പെക്ട് ദ വർക്ക്സ് അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെൻറ്. നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരള സർക്കാർ നടത്തുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, സ്കൂളുകളുടെ വികസനം, അതുപോലെ തന്നെ പാലങ്ങൾ, റോഡുകൾ, ഇതെല്ലാം പണിയാനായിട്ട് ഫണ്ട് അനുവദിക്കുകയാണ്. കിഫ്ബിയിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് പറയാണ് റോഡ് പണിക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. എത്രത്തോളമായി? ഞാൻ ഈ രാജ്യത്തെ പൗരനാണ്, നികുതി അടയ്ക്കുന്ന പൗരനാണ്, എനിക്കറിയണം വർക്ക് എത്രത്തോളമായിട്ടുണ്ട്. ആ എനിക്കറിയാനുള്ള എൻ്റെ അവകാശത്തെയാണ് ഈ പറയുന്ന റൈറ്റ് ടു ഇൻസ്പെക്ട് ദ വർക്ക്സ് അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെൻറ്. ഞാൻ RTI ആക്ട് വഴി ആവശ്യപ്പെട്ടാൽ എനിക്ക് ഈ വർക്ക് പോയിട്ട് കാണാനും എത്രത്തോളമായി എന്ന് വിലയിരുത്താനുമുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണം. റൈറ്റ് ടു കളക്ട് സാമ്പിൾസ് ഓഫ് ഗവൺമെൻറ് വർക്ക്സ്. ഏതെങ്കിലും വർക്ക് ഗവൺമെൻറ് നടത്തുന്നുണ്ടെങ്കിൽ ആ വർക്കിൻ്റെ സാമ്പിൾ എനിക്ക് കിട്ടാനായിട്ട് അനുമതി അല്ലെങ്കിൽ അവകാശം എനിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. സിറ്റിസൺസ് ക്യാൻ സീക്ക് ഇൻഫർമേഷൻ നോട്ട് ഓൺലി ഫ്രം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് but also from any body, company, corporation that run on government fund. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഏതെങ്കിലും കമ്പനികളോ ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസോ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, കാരണം ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ആരുടെയാണ്? ജനങ്ങൾ അടയ്ക്കുന്ന ഫണ്ടാണ്, നമ്മൾ ഓരോരുത്തരും പേ ചെയ്യുന്ന പണമാണ്. ആ പണം ഏത് കാര്യത്തിന് ഉപയോഗിച്ചു എന്നറിയാനുള്ള അവകാശം നമ്മുടെയാണ്. അപ്പോൾ അത് നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കാനായിട്ട് പാടില്ല. There is a Central Information Commission headed by an Information Commissioner. He or she is appointed by the President of India on the recommendation a committee comprising Prime Minister, Leader of the Opposition Party and the Cabinet Minister nominated by the Prime Minister. There can be up to 10 members in a commission. ഒരു രാജ്യത്ത് നടക്കുന്ന എല്ലാ വിവരങ്ങളെക്കുറിച്ചുള്ള ആവശ്യമായ രേഖകൾ ലഭ്യമാക്കുന്നതിന് ഒരു ഇൻഫർമേഷൻ കമ്മിറ്റിയെ നിയോഗിച്ചാൽ അതിന് ഒരു കമ്മീഷണർ ഉണ്ടായിരിക്കും. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരാളുണ്ടായിരിക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. പക്ഷെ അദ്ദേഹം അല്ല ആളെ തിരഞ്ഞെടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൈം മിനിസ്റ്ററും ഒപ്പോസിഷൻ ലീഡറും ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും. അതിന് അയാളെ നോമിനേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പ്രൈം മിനിസ്റ്ററുടെ ആണ്. സോ പ്രൈം മിനിസ്റ്ററുടെ തീരുമാനമാണ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നതിൽ അൾട്ടിമേറ്റ് ആയിട്ട് വരും. വേണമെങ്കിൽ 10 മെമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയെ രൂപീകരിക്കാനുള്ള അവകാശം പ്രൈം മിനിസ്റ്റർക്കുണ്ട്. ആ കമ്മിറ്റിയാണ് എന്തു പറയുക, ഇന്ന ആളെ ഇൻഫർമേഷൻ കമ്മീഷണർ ആക്കണമെന്ന് പ്രസിഡന്റിനോട് നോമിനേറ്റ് ചെയ്യും. അയാളെ പ്രസിഡന്റ് ഇൻഫർമേഷൻ കമ്മീഷണർ ആക്കും. Similarly, there is a state information commission headed by an information commissioner, he or she appointed by the governor on recommendation of a committee consisting of the chief minister, leader of the opposition, a cabinet minister nominated by chief minister. Former vigilance director Vincent M. Paul is the state information commissioner as on 2017. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്റ്റേറ്റിനും അങ്ങനെ ഒരു ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടായിരിക്കും. ക്യാബിനറ്റിലെ അല്ലെങ്കിൽ സെൻട്രലിലെ അത് തീരുമാനിക്കുന്നത് പ്രൈം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററുടെ നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും ഒപ്പോസിഷൻ ലീഡറും കൂടിയിട്ടാണെങ്കിൽ, സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആര് നോമിനേറ്റ് ചെയ്യും? ചീഫ് മിനിസ്റ്ററും ഒപ്പോസിഷൻ ലീഡറും ചീഫ് മിനിസ്റ്റർ നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും. അവരൊരാളെ കണ്ടെത്തി ഇയാൾ മതി ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിയമിക്കും. അദ്ദേഹത്തിനായിരിക്കും പിന്നെ ഈ സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ വിധത്തിലുള്ള ഇൻഫർമേഷൻസും പാസ് ചെയ്യാനുള്ള അവകാശവും അനുവാദവും.
ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് വിജിലൻസ് ഡയറക്ടറായിരുന്ന വിൻസെൻ്റ് എം പോൾ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥനാണ്. ഇപ്പോഴത്തെ 2017 മുതൽ 2021 വരെയുള്ള ഈ കാലഘട്ടത്തിലെ ഇൻഫർമേഷൻ കമ്മീഷണർ. അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ പുതിയൊരാളെ ചിലപ്പോൾ നിയമിച്ചേക്കും. സിറ്റിസൺ ക്യാൻ അപ്ലൈ ഫോർ ഇൻഫർമേഷൻ ഓൺ എ വൈറ്റ് പേപ്പർ വിത്ത് എ കോർട്ട് ഫീ സ്റ്റാമ്പ് ഓഫ് ₹10. It should be addressed to the information officer or assistant information officer in the government office concerned. The information seekers will have to pay ₹2 per each A4 paper. അതായത് എങ്ങനെ നിങ്ങൾക്കിനി വിവരാവകാശ നിയമപ്രകാരം ഈ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കണമല്ലോ, അത് ലഭിക്കാനുള്ള സാഹചര്യം സാധ്യത എന്ത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ ഇൻഫർമേഷൻ കമ്മീഷണറെ അഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ കമ്മീഷണറെ അഡ്രസ്സ് ചെയ്യുക. എന്നിട്ട് എന്താണ് നമ്മുടെ ആവശ്യമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ നടക്കുന്ന എന്താ പറയുക ഭവന നിർമ്മാണ പദ്ധതിയുടെ കണക്ക് എനിക്കറിയാം. എത്ര പേർക്ക് വീട് പണിത് കൊടുത്തു, എത്ര എണ്ണം പണിതുകൊണ്ടിരിക്കുന്നു, ഇനി എത്ര പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാനുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക തൊഴിലുറപ്പ് പദ്ധതി എത്ര തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് എത്ര ദിവസം വേതനം കൊടുക്കാൻ സാധിച്ചു, അവരേതൊക്കെ മേഖലകൾ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എനിക്കറിയേണ്ടത്. അപ്പം ഞാൻ സ്റ്റേറ്റിലെ കാര്യമാണ് അന്വേഷിക്കുന്നത്, എൻ്റെ സ്റ്റേറ്റിലെ എൻ്റെ വില്ലേജിലെ കാര്യമാണ് അറിയേണ്ടത്. അപ്പം ഞാൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർക്ക് കത്തെഴുതിയാൽ മതി. അതേസമയം എനിക്കറിയേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു പദ്ധതിയെ കുറിച്ചിട്ടാണ്. ഉദാഹരണത്തിന് ഡിജിറ്റൽ ഇന്ത്യ എന്ന കോൺസെപ്റ്റ് എത്രത്തോളം വികസിച്ചു, അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ എത്രത്തോളം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ 5G കണക്ടിവിറ്റി ഇന്ത്യയിൽ എന്ന് ലഭ്യമാവാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് എനിക്കറിയേണ്ടതെങ്കിൽ ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻഫർമേഷൻ കമ്മീഷണർക്ക് കത്തെഴുതും. കത്തല്ല, അപേക്ഷ എഴുതും. അപ്പോൾ ഒരു വൈറ്റ് പേപ്പർ മേടിക്കുക, അതിൽ ₹10 ഒരു കോർട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിക്കുക, എന്നിട്ട് നമ്മളത് പരാതിയായിട്ട് അല്ലെങ്കിൽ അപേക്ഷയായിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. അദ്ദേഹം നമുക്ക് തരുന്ന ഇൻഫർമേഷൻ പ്രിൻ്റഡ് ആണെങ്കിൽ, ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ കണക്ക്, ഓരോ ദിവസത്തെയും തൊഴിലാളികളുടെ എണ്ണം, അവർ ചെയ്ത വർക്ക്, അവർക്ക് കൊടുത്ത പേയ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങൾ A4 ഷീറ്റിൽ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 100 A4 ഷീറ്റിൽ പ്രിൻ്റ് ചെയ്ത് തരുന്ന ഡോക്യുമെൻ്റാണ് എനിക്ക് മറുപടിയായിട്ട് തരുന്നതെങ്കിൽ, 100 പേജ് ഉണ്ടെങ്കിൽ പെർ ഈച്ച് പേജ് ഞാൻ ₹2 വെച്ച് പേ ചെയ്യണം. അപ്പോൾ 100 പേജിന് ₹200 ഞാൻ പേ ചെയ്യേണ്ടി വരും. അത് ഇൻഫർമേഷൻ പ്രിൻ്റഡ് ആയതുകൊണ്ട് ആ ഡോക്യുമെൻറ്റിൻ്റെ ചാർജാണ്. അല്ലാതെ ആ വിവരം ലഭിക്കാനായിട്ട് നമ്മൾ പൈസ അടയ്ക്കേണ്ട കാര്യമില്ല. ₹10 കോർട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി. ഇൻസ്പെക്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എക്സീഡിംഗ് 30 minutes will be charged. Information in electronic format will be charged ₹50. നമ്മൾ നേരിട്ട് സൈറ്റ് കണ്ടോ അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് ആ ഓഫീസിലെ ഡോക്യുമെൻ്റ് ആണ് പരിശോധിക്കുന്നതെങ്കിൽ 30 മിനിറ്റിൽ കൂടുതൽ നമ്മളുടെ പരിശോധന നീളുകയാണെങ്കിൽ അതിന് പൈസ ഈടാക്കും. നോട്ട് എക്സ്ക്ലൂഡിങ് ആണെങ്കിൽ പ്രശ്നമില്ല. 30 മിനിറ്റിൽ കൂടുന്നില്ല, താഴെ നിൽക്കുകയാണെങ്കിൽ യാതൊരു പൈസ അടയ്ക്കില്ല, നിങ്ങളുടെ അവകാശത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 100 പേജ് പ്രിൻ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ₹200 അടയ്ക്കണം. അപ്പം ഞാൻ പറയുകയാണ്, അതൊരു PDF ആയിട്ട് എനിക്കൊരു ഇലക്ട്രോണിക് ഫോർമാറ്റിൽ മെസ്സേജായിട്ടോ മെയിലായിട്ടോ അയച്ചു തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞാൽ അതിന് ഞാൻ ₹50 അടച്ചാൽ മതി. അവരത് ആ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്ത് എനിക്ക് അയച്ചു തരുന്നതിന് ₹50. അപ്പം എത്ര ബൾക്കായിട്ടുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിലും എനിക്ക് എൻ്റെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ നോക്കാനും വായിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഒരുക്കി കിട്ടും. Application for information should be processed in the stipulated days, 30 to 35 days. Emergency information that affect the life and freedom of a person should be handed over within 48 hours. ഏതൊരു അപേക്ഷ ലഭിച്ചാലും, ഇൻഫർമേഷൻ ലഭിക്കാനുള്ള അപേക്ഷ കിട്ടിയാൽ
30 മുതൽ 35 ദിവസത്തിനകം അതിന് മറുപടി കൊടുത്തിരിക്കണം. അതിനാണല്ലോ ഇൻഫർമേഷൻ കമ്മീഷണർ ഇരിക്കുന്നത്, അതിനാണ് അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പം അത് അദ്ദേഹം കൃത്യമായിട്ട് ചെയ്യണം. ഇനി ആരുടെയെങ്കിലും ജീവനുമായിട്ടോ ആരുടെയെങ്കിലും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന സാഹചര്യം, ഇപ്പം ഞാൻ പറയാണ്, എൻ്റെ കൂട്ടുകാരൻ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്, ആരോ ആയിക്കോട്ടെ, എനിക്ക് വേണമെങ്കിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം. അപ്പോൾ കോടതി പറയും അയാളെ കോടതിയിൽ ഹാജരാക്കാൻ പറയും. അല്ലാത്ത പക്ഷം എനിക്ക് വേണമെങ്കിൽ ഒരാളുടെ ചികിത്സ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കണം, എൻ്റെ കസിൻ്റെയോ എൻ്റെ അമ്മാവൻ്റെയോ ആരുടെയോ ആയിക്കോട്ടെ. അപ്പം ഞാനതിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് ആവശ്യപ്പെടുമ്പോൾ ഡീറ്റെയിൽസ് അവർ തരാൻ തയ്യാറായില്ലെങ്കിൽ എനിക്ക് ഇൻഫർമേഷൻ കമ്മീഷണർ വഴി ആവശ്യപ്പെടാം. അയാളുടെ ജീവനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ എന്തു ചെയ്യും, 48 മണിക്കൂറിനകത്ത് എനിക്ക് റിപ്പോർട്ട് ഇങ്ങോട്ട് തരും. എന്താണ് അസുഖം, എത്രത്തോളമാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്, ഇനി ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഇനി ബാക്കി നിൽക്കുന്നത്. എന്തുകൊണ്ട് ഈ ബാക്കി നിൽക്കുന്നതെന്ന് പറയുന്നതെന്നറിയും, ഇപ്പോൾ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്തു, അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സിലേക്ക് പോകുന്നതിനെടുക്കുന്ന ആ ഒരു സമയം, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, കൊടുത്ത മെഡിസിൻസ്, നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആരെനിക്ക് തരും? ഇൻഫർമേഷൻ കമ്മീഷണർ മേടിച്ച് തരണം. അതിന് പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന സമയം 48 hours, 2 days. കാരണം ഇതൊരാളുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ലേ. അപ്പം എന്ത് തന്നെയായാലും അത് വളരെ പെട്ടെന്ന് കിട്ടണം. ഈ 30 ദിവസം എടുത്തിട്ട് ഞങ്ങളപ്പോൾ ആലോചിച്ചിട്ട് കണ്ടെത്തിയിട്ട് തരാം, അപ്പോഴേക്ക് രോഗി മരിച്ചു പോയേ. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ 30 ദിവസവും മറ്റു കാര്യങ്ങൾക്ക് വളരെ എമർജൻസി ആയിട്ടുള്ള ചില വിഷയങ്ങളിൽ 48 മണിക്കൂർ എന്നുള്ള കണക്ക് വച്ചിരിക്കുന്നു. ഇഫ് ഇൻഫർമേഷൻ ഈസ് നോട്ട് ഹാൻഡഡ് ഓവർ or rejected without reason, provide incomplete or misleading information, RTI Act's provision to impose a fine ranging rupees 250 to 25,000 from the government servants. ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് നൽകാതിരിക്കുകയോ എൻ്റെ അപേക്ഷ റിജക്റ്റ് ചെയ്യുകയോ, മൂന്നാമത്തെ ഒരു ക്ലോസും കൂടി വെച്ചിട്ടുണ്ട്, തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ വിവരം എനിക്ക് നൽകുകയോ ചെയ്താൽ ആ തന്ന ഗവൺമെൻറ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കാനും 250 മുതൽ 25,000 രൂപ വരെ ഫൈൻ ഈടാക്കാനും ഈ നിയമം സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഒരു നിയമമുള്ളതുകൊണ്ട് ഒരു രാജ്യത്ത് ലഭിക്കുന്ന വലിയ സാധ്യതയാണ് ഇവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ആർക്കും ഒന്നും മറച്ചു വെക്കാനായിട്ട് പറ്റില്ല. ഒരു സർക്കാർ ഓഫീസിൽ ചെന്നൊരു രേഖ ആവശ്യപ്പെട്ട അതൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടവരോട് കാണിച്ചോളാം, നിങ്ങൾ ഇറങ്ങിപ്പോടുന്നു പറയാൻ പറ്റില്ല. അതിനാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഈ രാജ്യത്ത് പാസ്സാക്കിയിരിക്കുന്നത്. ദർ ഈസ് ഓൾസോ പ്രൊവിഷൻ ടു അപ്പീൽ ടു എ ഹയർ ബോഡി ഫോർ ആൻ ഗെറ്റിംഗ് ദ ഇൻഫർമേഷൻ സോട്ട്. നിങ്ങൾക്ക് ആവശ്യമായത് ലഭിക്കാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ ലഭിക്കാത്ത അവസ്ഥ വന്നാൽ ഹയർ ബോഡീസിലേക്ക് ഇതിൻ്റെ പരാതി കൊടുക്കാനും അത് നേടിയെടുക്കാനുള്ള അവകാശം ഈ നിയമം ഉറപ്പു തരുന്നുണ്ട്. ഇതാണ് RTI ആക്ട്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കും. ഇനി ഈ 2 നിയമങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീഡം ഓഫ് പ്രസ്സിനെയും ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷനെയും ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. There are not secrets in good governance. Citizens should have the right to information on the working of the government, which runs on the taxes levied from the citizens. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആക്ട് വരുന്നത്? വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ പറയേണ്ട ഉത്തരവാണ് പറഞ്ഞിരിക്കുന്നത്. All the proceedings of the government run by the tax levied by the citizen. സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി അടയ്ക്കുന്ന ടാക്സ് അതുപയോഗിച്ചിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. നിങ്ങൾ ബജറ്റൊക്കെ അവതരിപ്പിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഇന്ന വസ്തുക്കൾക്ക് ടാക്സ് വർദ്ധിപ്പിക്കുന്നു,
ഇന്നതിന് ടാക്സ് കുറയ്ക്കുന്നു, ഖാദി കയർ ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് കുറയ്ക്കുന്നു. എന്താ കാരണം? കൂടുതൽ അതിൻ്റെ വിൽപ്പന നടക്കാൻ വേണ്ടിയിട്ടാണ്. ടാക്സ് കൂടുന്തോറും പ്രോഡക്റ്റിൻ്റെ വില ഇൻക്രീസ് ചെയ്യും. ഒരു സോപ്പ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലൊന്ന് പിടിച്ചു നോക്കുക, വില കാണിച്ചിട്ടുണ്ട്. 20 റുപ്പീസ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഇൻക്ലൂഡിങ് ഓൾ ടാക്സസ്. MRP ആണ്, മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആണ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഷോപ്പ് നിങ്ങളിൽ നിന്ന് അതിൽ കൂടുതൽ തുക ഈടാക്കിയാൽ ഉടനെ പരാതി കൊടുക്കുക. അതിനാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികളുള്ളത്. ഇവിടെ കൺസ്യൂമർ ഫെഡ് കോർട്സ് എന്ന് പറയുന്നത് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താനാണ്. നിങ്ങളുടെ കയ്യിൽ നിന്നും ഈടാക്കിയ വില ബില്ലായിട്ട് മേടിക്കുക. ആ ബില്ലും ഇതിൻ്റെ MRP പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗവും കൂട്ടിച്ചേർത്ത് വെച്ച് ഒരു പരാതി കൊടുക്കും. എത്രയും പെട്ടെന്ന് പരിഹരിച്ചു കിട്ടും. കാരണം 1 രൂപ പോലും കൂടുതൽ മേടിക്കാൻ പാടില്ല. MRP എന്ന് പറയുന്നത് മാക്സിമം ആണ്. MRPയേക്കാൾ കുറച്ച് വിൽക്കണമെന്നാണ് നിയമം. അത് നോക്കണ്ട, MRP വരെ മേടിക്കാം. MRPയേക്കാൾ കൂടുതൽ മേടിച്ചാൽ നിർബന്ധമായിട്ടും അവർക്കെതിരെ ശിക്ഷണ നടപടി ഉണ്ടായിരിക്കും. RTI Act is noble initiative in recognizing the rights of the citizen, their opinion if they have no information. RTI Act will empower citizens, make government more accountable and strengthen democracy. 3 കാര്യങ്ങളാണ് RTI Act കൊണ്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. ഫസ്റ്റ് വൺ, ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരായിത്തീരുന്നു. കാരണം they have the freedom, they have the right to information. നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം നിങ്ങളുടെ കയ്യിലായിരിക്കണം. അപ്പം അത് ഉപയോഗിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? എൻ്റെയും നിങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്തമാണ്. ശരിയല്ല ഞാൻ പറയുന്നത്? 2, ഗവൺമെൻറ് കംസ് ടു മോർ അക്കൗണ്ടബിൾ. രേഖയിലുണ്ടായിരിക്കണമെല്ലാം. ആർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തു, എങ്ങനെ കൊടുത്തു, എപ്പോൾ കൊടുത്തു, എല്ലാം വരണം. ഒരു പോയിന്റ് മിസ്സായാൽ ജനങ്ങളത് ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യൽ ഒഴിവാക്കാനാണ് ഗവൺമെൻറ് കൂടുതലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും ജനങ്ങൾ കൂടുതൽ ഗവൺമെൻറ്റിനെ ശ്രദ്ധിക്കുകയും ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? ഡെമോക്രസി സ്ട്രോങ് ആയിട്ട് മാറും. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണ സംവിധാനമാണ്. അപ്പം ഇവിടെ ഒരു അഴിമതി നടക്കാതിരിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കുകയും ജനങ്ങൾ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഗവൺമെൻറ് കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ ഡെമോക്രസി സ്ട്രോങ് ആവും. അതാണ് RTI ആക്ടിൻ്റെ 3ാമത്തെ പ്രത്യേകത. ഫസ്റ്റ് വൺ, ജനങ്ങളെ ബോധവാന്മാരാക്കുന്നു. സെക്കൻഡ് വൺ, ഗവൺമെൻറ് ബോധവാന്മാരാകുന്നു അല്ലെങ്കിൽ കൂടുതൽ അക്കൗണ്ടബിൾ ആകുന്നു. തേർഡ് വൺ, ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇത്രയുമാണ് RTI ആക്ട് എന്ന് പറയുന്നത്. ഇനിയുള്ളത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് 1971, 1971 പാസാക്കിയ നിയമമാണ്. What do you mean by contempt of court? മലയാളത്തിൽ കോടതി അലക്ഷ്യം എന്ന് പറയും. എന്താ കോടതി അലക്ഷ്യം? ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. കോടതിയോ നിയമ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ പറഞ്ഞൊരു കാര്യത്തെ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഇറ്റ്സ് കംസ് അണ്ടർ ദി ക്രൈം ഓഫ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ഇപ്പം അടുത്ത് പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ പരാതിയും കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്, കോടതി അലക്ഷ്യമാണ്. കാരണം കോടതി, ഇന്ത്യയിലെ ഏതൊരു കോടതിയും ആ രാജ്യത്തിൻ്റെ ആ ഒരു ഭൂപ്രദേശത്തിൻ്റെ ഫൈനൽ ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ലാസ്റ്റ് വേർഡാണ്, ഫൈനൽ വേർഡാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ മറികടന്നുകൊണ്ട് വേറൊരാൾ അവർ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ ശ്രമിച്ചാൽ അത് ഒരിക്കലും ഇന്ത്യയിൽ അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടായിരിക്കും. സ്വമേധയാ കോടതി കേസെടുക്കും.
മറ്റൊരാൾ പരാതിപ്പെട്ടാലും കേസെടുക്കാം. ഒരു ഉദാഹരണം പറയാം. വീണ്ടും ഞാനിപ്പോൾ കോടതി അലക്ഷ്യത്തിൻ്റെ പരിധിയിൽ വരില്ല, കാരണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അധ്യാപകൻ എന്ന നിലയിൽ കോടതിയെ വിമർശിക്കുകയാണ്. ഗോവിന്ദച്ചാമിയെ 12 വർഷത്തേക്ക് കഠിന തടവിന് ശിക്ഷിച്ചു, സൗമ്യ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട്. ഇങ്ങനൊരു തീരുമാനം കോടതി എടുക്കുമ്പോൾ ഞാനൊരു പബ്ലിക് ഫിഗർ ആണെങ്കിൽ ഞാൻ ഒരു പത്രസമ്മേളനത്തിലോ ഒരു വലിയ പ്രകടനത്തിലോ നിന്നുകൊണ്ട് പറയാം, ഈ നാട്ടിലെ നീതിപീഠം, നിയമ സംവിധാനം ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയപ്പെടേണ്ടതാണ്. അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ആത്മാവിനോട്, ആ പെൺകുട്ടിയുടെ കുടുംബത്തോട് ഈ നാട്ടിലെ കോടതിക്ക് നീതി പുലർത്താനായില്ല. ഈ രാജ്യത്തെ കോടതി സംവിധാനം നിർത്തലാക്കി അതടച്ചു പൂട്ടേണ്ട കാലം അതിക്രമിച്ചു എന്നൊക്കെ ഞാൻ പ്രസംഗിക്കുകയാണെങ്കിൽ ആ പ്രസംഗത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ആരെങ്കിലും കോടതിയിൽ പോയിട്ട് പറയാണ് കോടതിക്കെതിരെ അരുൺ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ അകത്താം. പിന്നെ എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ നിരുപാധികം മാപ്പ് പറയണം. അറിയാണ്ട് പറഞ്ഞതാണ്, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കും വിധം അല്ലെങ്കിൽ കോടതിക്കെതിരായിട്ട് പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് നിരുപാധികം മാപ്പ് പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ ഒരു നേരിയ പോസിബിലിറ്റി ഉണ്ട്. ഉറപ്പൊന്നുമില്ല. വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. കോടതി വിധി പറഞ്ഞൊരു കാര്യത്തിൽ നമ്മൾ തീരുമാനങ്ങൾ പറയുമ്പോഴോ നമ്മൾ നമ്മളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോഴോ വളരെയധികം ശ്രദ്ധിക്കണം. കുറച്ച് നാൾ മുൻപ് ശബരിമല വിഷയത്തിൽ റിപ്പോർട്ടർ ചാനലിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഞാൻ ആ ന്യൂസ് കണ്ടത്, ആ ഡിബേറ്റ് കണ്ടത്. രാഹുൽ ഈശ്വർ അഭിലാഷ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനുമായിട്ട് തർക്കിക്കുന്നൊരു അവസരമുണ്ട്. ആ അവസരത്തിൽ രാഹുൽ ഈശ്വർ പറയുന്നൊരു ഡയലോഗുണ്ട്, ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര കള്ളനാ. തികഞ്ഞ കോടതി അലക്ഷ്യമാണ്. കാരണം എന്താ അറിയോ, ചീഫ് ജസ്റ്റിസിനെയാണ് വിമർശിച്ചിരിക്കുന്നത്, അതും ഇന്ത്യയിലെ ഒരു സാധാരണ സിറ്റിസൺ. ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. ദീപക് മിശ്ര എന്ന് പറയുന്ന വ്യക്തി കള്ളനോ നല്ലവനോ പുണ്യാളനോ ആരും ആയിക്കോട്ടെ, പക്ഷെ അത് പറയുന്നത് ഇന്ത്യയിലൊരു സാധാരണ സിറ്റിസൺ ആണെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർ ദി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. അതാണ് 1971 ഉണ്ടാക്കിയിട്ടുള്ള ഈ നിയമം. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് 1971 is a very complex and lengthy law that a journalist may have deal with in his or her career, while civil contempt concern willfully disobeying judicial decrees, orders, etc. സിവിൽ ഡിസൊബീഡിയൻസ് വിൽഫുള്ളി ആയിരിക്കണം. നിങ്ങൾ ഇപ്പോൾ ഞാൻ നാളെ ഹെൽമെറ്റ് വെക്കാതെ ബൈക്ക് ഓടിച്ചു പോവാണ്, സിവിൽ ഡിസൊബീഡിയൻസ് ആണ്. കാരണം വിൽഫുള്ളി ഞാൻ നിയമത്തെ ലംഘിക്കുകയാണ്. വാട്ട് കൺസേൺസ് ദ പ്രസ് ഈസ് ദി ക്രിമിനൽ കണ്ടംപ്റ്റ് ഓഫ് ദി കോർട്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പബ്ലിക്കേഷൻ വിച്ച് ഇൻ്റർഫിയേഴ്സ് with or undermines the administration of justice or has a tendency to do so. നിങ്ങളുടെ പബ്ലിക്കേഷൻസിലൂടെ നിങ്ങൾ പറയാണ് നാളെ മുതലൊന്നും ആരും ഹെൽമെറ്റ് വയ്ക്കൊന്നും വേണ്ട, ഇവിടെ കോടതികൾ അങ്ങനെ പലതും പറയും എന്ന് ഞാനൊരു ജേർണലിസ്റ്റായിട്ട് എഴുതിയാൽ എന്ത് സംഭവിച്ചു? ഞാൻ നിയമം ലംഘിക്കാനായിട്ട് ആളുകളെ പ്രേരിപ്പിച്ചു, കോടതിക്കെതിരായിട്ട് സംസാരിച്ചു. ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. അപ്പം നമ്മൾ എഴുതുമ്പോൾ ഒരു ജേർണലിസ്റ്റ് വളരെയധികം ശ്രദ്ധിക്കണം. കോടതി പറഞ്ഞതിനെതിരായിട്ടോ വിഭിന്നമായിട്ടോ നമ്മളൊന്നും തന്നെ എഴുതാനായിട്ട് പാടില്ല. ക്രിമിനൽ കണ്ടംപ്റ്റ് അക്കോർഡിംഗ് ടു ആക്ട് മീൻസ് ദി പബ്ലിക്കേഷൻ whether by words spoken or written, by signs or by visual representation or otherwise, of any matter which scandalize or lowers the authority of any court, interfere with or obstruct the administration of justice in any manner. കോടതി പറഞ്ഞൊരു തീരുമാനത്തെയോ കോടതിയുടെ നടത്തിപ്പിനെയോ കോടതിയുടെ പ്രവർത്തനങ്ങളെയോ കോടതിയിലെ ജഡ്ജസിനെയോ ഉൾപ്പെടെ മോശവൽക്കരിക്കാനോ വിമർശിക്കാനോ ശ്രമം നടത്തുകയോ അത്
റിട്ടൺ ആയിട്ടാവാം, സ്പോക്കൺ ആയിട്ടാവാം, ചില സൈനായിട്ടാവാം. എങ്ങനെ പ്രസൻറ്റ് ചെയ്താലും അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്, കോടതി അലക്ഷ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ദീപക് മിശ്ര കള്ളനാന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. ഇതാണ് പ്രശ്നം. കോടതിയിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന വ്യക്തിയെ കള്ളൻ എന്ന് വിളിച്ചാൽ അതിനർത്ഥം ഈ രാജ്യത്തെ നിയമ സംവിധാനം പൂർണ്ണമായിട്ടും കള്ളത്തരമാണെന്നാണ്. അതുകൊണ്ടാണ് ഇതൊരു വലിയ തെറ്റായിട്ട് മാറുന്നത്. A fair criticism of judgment is not considered a contempt, but it is advisable that journalists deal with caution before writing anything more than straight report of court cases. ഒരു പരിധിവരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിലെ ഒരു വലിയ പ്രശ്നമുണ്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യവും വ്യക്തവുമായിട്ട് ഒരു റിപ്പോർട്ട് അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അതേസമയം നിങ്ങളുടേതായിട്ടുള്ളൊരു വിമർശനം അതിലുണ്ടെങ്കിൽ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായിട്ട് കണക്കാക്കാൻ സാധ്യതയുണ്ട്. The journalist should consult a legal expert when commenting on judicial matters. At present, a court of law has unrestricted right to punish anyone of contempt of court. Legal experts are of different opinion on amending this unrestricted right of the court to punish individual or organizations in the name of contempt of court. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ നിയമത്തിൻ്റെ സാധ്യതയെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പല വ്യക്തികളുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തെ, അല്ലെങ്കിൽ അവർക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, ആ അവകാശത്തെ മറികടന്നുകൊണ്ട് ഈ രാജ്യത്തെ കോടതികൾ അവരെ നിയമപരമായിട്ട് ശിക്ഷിക്കുന്നു. എന്തിൻ്റെ പേരിൽ? കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൻ്റെ പേരിൽ. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിനൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം. കാരണം ഇപ്പോൾ ജുഡീഷ്യലായിട്ടുള്ള ഒരു വിഷയത്തിൽ പോലും ഒരു വ്യക്തിക്ക് അയാളുടേതായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കണമല്ലോ. അതാണല്ലോ ഈ രാജ്യത്തിലെ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ജുഡീഷ്യറിക്ക് എതിരായിട്ട് ഒന്നും പറയാൻ പാടില്ല എന്നുള്ള ഒരു അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ ജുഡീഷ്യറിയെ വളരെ മോശവൽക്കരിക്കുന്നു എന്ന് ഒരഭിപ്രായം പല വിമർശകർക്കും ഉണ്ട്. Retired Justice V.R. Krishna Iyer is of the opinion that the press should be provided with certain rights to comment on the functioning of the court of law. മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കൃഷ്ണയ്യരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നു, ഈ രാജ്യത്തെ മാധ്യമപ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും കോടതിയുടെ നിയമ നടപടികളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും വിലയിരുത്താനും അതിനെതിരെയോ അതിനെ അനുകൂലിച്ചുകൊണ്ടോ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന വ്യക്തിയാണ്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൻ്റെ പേര് പറഞ്ഞ് മുഴുവനായിട്ടും എല്ലാവരെയും അടിച്ചമർത്തുന്ന രീതിയിൽ നിന്ന് മാറ്റി അല്പം വിമർശനാത്മകമായിട്ടുള്ള വിമർശനങ്ങൾ ഏറ്റെടുക്കാൻ കോടതികൾ തയ്യാറാകണമെന്നാണ് അദ്ദേഹത്തിൻ്റെയും അഭിപ്രായം. അപ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചത്. ഒന്ന്, റൈറ്റ് ടു ഇൻഫർമേഷൻ, RTI ആക്ട് ഓഫ് 2005, അതിൽ ലഭിക്കുന്ന പ്രൊവിഷൻസ്, അതിൽ ലഭിക്കുന്ന അവകാശങ്ങൾ, അനുവാദങ്ങൾ, അതിൻ്റെ ഉപയോഗത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൊസീഡിങ്സ്, എങ്ങനെയാണ് ഈ പറയുന്ന RTI ആക്ട് ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നത്, അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതിന് തുടർന്നുണ്ടാകുന്നത് എന്തൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. 3 നേട്ടങ്ങളാണ് ഈ ലോയ്ക്കുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. 1, സിറ്റിസൻസിനെ ബോധവാന്മാരാക്കാൻ. 2, ഗവൺമെൻറ് അക്കൗണ്ടബിൾ ആവാൻ. 3, ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യും. പിന്നെ കണ്ടൊരു നിയമമാണ് 1971 പാസ്സായ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി അലക്ഷ്യം. കോടതിയുടെ നിയമപരമായിട്ടുള്ള പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയോ കോടതിയെയോ കോടതിയുടെ പ്രവർത്തനങ്ങളെയോ മോശവൽക്കരിക്കുകയോ ചെയ്താൽ ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കീഴിൽ വരുന്നത്. അതിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാവുകയും അതിനാൽ തന്നെ അതൊരു സമ്പൂർണ്ണ ആധിപത്യം നിയമത്തിന് കൊടുക്കുന്ന ഒരു ലോയായിട്ട് നിലനിൽക്കുന്നു എന്നാണ് പലരുടെയും രൂക്ഷമായിട്ടുള്ള വിമർശനം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച്
മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെൻസർഷിപ്പിനെ കുറിച്ചിട്ടാണ്. ഒപ്പം തന്നെ സ്വന്തമായിട്ട് നമ്മൾ ഓരോരുത്തരും സ്വയം കൈവരിക്കേണ്ട സെൽഫ് സെൻസർഷിപ്പിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.